BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ബഹ്റൈൻ നവകേരള മെയ് ദിനത്തോടനുബന്ധിച്ച് സൽമാബാദിലുള്ള സൊഹാൽ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വെച്ച് നടത്തിയ മെയ് ദിനാചരണം പ്രസിഡന്റ് NK ജെയിന്റെ അധ്യക്ഷതയിൽ ലോക കേരള സഭാംഗവും കോർഡിനേഷൻ സെക്രട്ടറിയുമായ ഷാജി മുതൽ ഉദ്ഘാടനം ചെയ്തു. അറിയപ്പെടുന്ന ട്രാവൽ ബ്ലോഗറും മാധ്യമപ്രവർത്തകനുമായ ശ്രീ KT നൌഷാദ് മെയ് ദിന സന്ദേശം നൽകി. അക്കോമഡേഷനിൽ വെച്ച വിവിധ കലാകായിക വിനോദ വിജ്ഞാന പരിപാടികൾ, ആരോഗ്യ പരിപാലന ക്ലാസ്, നോർക്ക ക്ഷേമനിധി അവബോധനം എന്നിവ നടത്തി. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സമ്മാനദാനം നടത്തി. സ്നേഹവിരുന്നോടുകൂടി അവസാനിച്ച പരിപാടിക്ക് ആശംസകൾ നേർന്നത് ജനറൽ സെക്രട്ടറി AK സുഹൈൽ, കോർഡിനേഷൻ അസിസ്റ്റന്റ് സെക്രട്ടറി ജേക്കബ് മാത്യു, കോർഡിനേഷൻ അംഗം SV ബഷീർ എന്നിവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് അംഗം രാജ്കൃഷ്ണ സ്വാഗതവും വൈസ് പ്രസിഡന്റ് സുനിൽദാസ് നന്ദിയും പറഞ്ഞു. രാമത്ത് ഹരദാസ്, വിശാൽ നെടുങ്ങാട്ടിൽ, ബിജു വർഗീസ്, വിജയൻ ഒലിയിൽ, അജിത് ഖാൻ ചെറിയാൻ എന്നിവർ നേതൃത്വം നൽകി. GCC രാജ്യങ്ങളിൽ എല്ലായിടത്തും കഴിഞ്ഞ 2 ദിവസം മഴ മുന്നറിയിപ്പുണ്ടായിരുന്നുവെങ്കിലും ബഹ്റൈനിൽ മഴ കാര്യമായി പെയ്തില്ല. ഏപ്രിൽ 30 രാത്രിയിലും മഴയുണ്ടാകുമെന്നുള്ള പ്രവചനത്തെ തുടർന്ന് അധികൃതർ ശക്തമായ മുൻകരുതൽ എടുത്തിരുന്നു. കൂടാതെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം അവധി ദിനമായിട്ടും ആളുകൾ പുറത്തിറങ്ങാതെ തന്നെ വീട്ടിൽ കഴിച്ചുകൂട്ടി. ടീം ഇന്ത്യ ബഹ്റൈൻ റമദാനിൽ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ക്വിസ് മത്സരം കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. റമദാൻ 1 മുതൽ 30 വരെ നടത്തിയ മത്സരത്തിൽ ഖുർആൻ, ഇസ്ലാമിക ചരിത്രം എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു. റമദാനിൽ കുട്ടികളിൽ അറിവുകൾ വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ നടത്തിയ പരിപാടികൾ നിരവധി വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മുഹമ്മദ് സമ്രൂൻ 1-ാം സ്ഥാനവും സഫ ഷാഹുൽ ഹമീദ് 2-ാം സ്ഥാനവും ഹാസിം നൗമൽ റഹ്മാൻ 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. ഹൈഫ അബ്ദുൽ ഹക്ക്, മുഹമ്മദ് നോഷിൻ, തഹാനി ഹാരിസ്, ഐഷ നൌറിൻ, അബ്ദുൾ റഫീഖ് എന്നിവർ പ്രോത്സാഹന വിജയികളായി. ടീം ഇന്ത്യ കൺവീനർ VK അനീസ്, റഷീദ സുബൈർ, ഫാത്തിമ സോലെ, ബുഷ്ര എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിൽ ചികിത്സയിലായിരുന്ന പാലക്കാട് തൃക്കാതിരി സ്വദേശി ലതകുമാർ നിര്യാതനായി. ഭാര്യ സുനിത, മക്കൾ അനില, അഖില, ആതിര ബ്രോഡാർ കോൺട്രാക്ടിംഗ് കമ്പനിയിൽ സൂപ്പർവൈസറായിരുന്നു. ICRF, BDK എന്നിവരുടെ നേതൃത്വത്തിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. മൃതദേഹം ഗൾഫ് എയർ വിമാനത്തിൽ നാട്ടിലേക്ക് കൊണ്ടുപോയി. ബഹ്റൈൻ കേരളീയ സമാജം നോർക്ക ഹെൽപ്പ് ഡെസ്ക് വഴി ലതകുമാറിന്റെ വീട്ടിലേക്ക് കൊച്ചി എയർപോർട്ടിൽ നിന്നും ആംബുലൻസും ഏർപ്പാടാക്കിയിട്ടുണ്ട്. IPL വാതുവെപ്പുമായി ബന്ധപ്പെട്ട 6 പേരെ ചെന്നൈ പോലീസ് അറസ്റ്റ് ചെയ്തു. T ധീരജ്, രാജേഷ് കുമാർ, Y സന്ദീപ്, കാദേശ്, P ജിതേന്ദ്രർ, S അജിത് ചെയിൻ എന്നിവരാണ് അറസ്റ്റിലായത്. ചെന്നൈ പെരുമാൾ മുതലി സ്ട്രീറ്റിലെ മൊബൈൽ ഫോൺ സർവീസ് സെന്റർ കേന്ദ്രമായാണ് പ്രതികൾ അനധികൃത ചൂതാട്ടം നടത്തിയിരുന്നത്. ഇവരിൽ നിന്ന് 20,250 രൂപയും മൊബൈൽ ഫോണുകളും മറ്റും പിടിച്ചെടുത്തു. ചെന്നൈ സൂപ്പർ കിങ്സും ഹൈദരാബാദും തമ്മിലുള്ള IPL പോരാട്ടത്തിനിടെയായിരുന്നു വാതുവെപ്പെന്നും പോലീസ് പറഞ്ഞു. പ്രതികളെ പിന്നീട് സ്വന്തം ജാമ്യത്തിൽ വിട്ടയച്ചു. അതിനിടെ വാതുവെപ്പ് റാക്കറ്റുകളുമായ ബന്ധത്തിന്റെ പേരിൽ എലിഫന്റ് ഗേറ്റ് പോലീസ് സ്റ്റേഷനിലെ കാമേഷ് എന്ന ഹെഡ് കോൺസ്റ്റബിളിന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ഹിന്ദു വിവാഹ നിയമം 1955 പ്രകാരം സാധുവാകണമെങ്കിൽ ഉചിതമായ ആചാരങ്ങളോടും ചടങ്ങുകളോടും കൂടി വിവാഹം നടത്തണമെന്ന് സുപ്രീം കോടതി. തർക്കങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അഗ്നിക്ക് ചുറ്റും 7 തവണ വലം വയ്ക്കൽ പോലുള്ള ചടങ്ങുകളുടെ തെളിവ് അത്യാവശ്യമാണെന്ന് ഒരു വിധിന്യായത്തിൽ കോടതി വ്യക്തമാക്കി. ഹിന്ദു വിവാഹം പാട്ടും നൃത്തവും നടത്താനുള്ള പരിപാടിയല്ലെന്നും അത് മതപരമായ ആചാരമാണെന്നും ജസ്റ്റിസ് PV നാഗരത്നയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് പറഞ്ഞു. ഹിന്ദു വിവാഹം ഒരു സംസ്കാരവും കൂദാശയുമാണ്. ഇന്ത്യൻ സമൂഹത്തിൽ വലിയ മൂല്യമുള്ള കാര്യമെന്ന നിലയിൽ അതിന് അതിൻ്റെതായ പദവി നൽകേണ്ടതുണ്ട്. അതിനാൽ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ അതേക്കുറിച്ച് ആഴത്തിൽ ഞങ്ങൾ യുവാക്കളോടും യുവതികളോടും അഭ്യർത്ഥിക്കുന്നു. വിവാഹം എത്ര പവിത്രമാണ്. ഇന്ത്യൻ സമൂഹത്തിൽ വിവാഹം എന്നത് പാട്ടിനും നൃത്തത്തിനും വിരുന്നിനും വേണ്ടിയുള്ള സംഭവമല്ല. അതുപോലെ സ്ത്രീധനവും സമ്മാനങ്ങളും ആവശ്യപ്പെടാനും കൈമാറാനുമുള്ള അവസരവുമല്ലെന്നും കോടതി പറഞ്ഞു. സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധരും അനുകൂലികളും തമ്മിൽ ഭിന്നത രൂക്ഷമായിരിക്കെ സമസ്ത സെക്രട്ടറി മുക്കം ഉമർ ഫൈസിയുടെ വല്ലത്തായിപ്പാറയിലെ വീട്ടിൽ CPM നേതാവിന്റെ രഹസ്യ സന്ദർശനം വിവാദമാകുന്നു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും കണ്ണൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയുമായിരുന്ന MV ജയരാജനാണ് കഴിഞ്ഞ ദിവസം ഉമർ ഫൈസിയുടെ വീട്ടിലെത്തിയത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് MV ജയരാജൻ എത്തിയത്. 1 മണിക്കൂറുകളോളം ഇരുവരും കൂടിക്കാഴ്ച നടത്തിയതായാണ് വിവരം. കൂടിക്കാഴ്ച രഹസ്യമായിരുന്നുവെങ്കിലും ജയരാജൻ വന്നത് നാട്ടുകാരിൽ ചിലർ കണ്ടതോടെയാണ് പുറം
പുറം ലോകം അറിയുന്നത്. വീടിനു സമീപത്ത് കാർ നിർത്തിയ ശേഷം ഡ്രൈവർ അതുവഴി നടന്നുപോയ ആളോട് ഉമർ ഫൈസിയുടെ വീട് എവിടെയെന്ന് അന്വേഷിക്കുകയായിരുന്നു. ഇതോടെയാണ് ഡ്രൈവറെയും എം വി ജയരാജനെയും മറ്റൊരാളെയും കാണാനിടയായത്. സംഭവത്തെക്കുറിച്ച് വ്യക്തമായ മറുപടി നൽകാൻ ഉമർ ഫൈസിയും തയ്യാറായില്ല. അങ്ങനെ പലരും വീട്ടിൽ വരാറുണ്ടെന്നായിരുന്നു ഉമർ ഫൈസിയുടെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമസ്തയിലെ ഒരു വിഭാഗം പൊന്നാനിയിൽ ഉൾപ്പെടെ CPM-നെ സഹായിച്ചതായുള്ള ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഡ്രൈവർ മേയർ തർക്കത്തിൽ KSRTC ഡ്രൈവറുടെ പരാതിയിൽ കേസെടുത്ത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന നേമം സ്വദേശി LH യദുവിന്റെ പരാതിയിലാണ് കമ്മീഷന്റെ നടപടി. കേരള പോലീസ് KSRTC MD അടക്കമുള്ളവർ ഒരാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. മെയ് 9 നടക്കുന്ന സിറ്റിംഗിൽ കേസ് വീണ്ടും പരിഗണിക്കും. യാത്രക്കാരുമായി പോവുകയായിരുന്ന ബസ് നടുറോഡിൽ തടഞ്ഞിട്ട് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അപമാനിച്ചവർക്കെതിരെയും ഇത് സംബന്ധിച്ച പരാതിയിൽ കേസെടുക്കാത്ത കന്റോൺമെന്റ് SHOക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് പരാതി. സംഭവ ദിവസം രാത്രി 10:30 കന്റോൺമെന്റ് SHOക്ക് പരാതി നൽകിയിട്ടും കേസെടുക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്തില്ല. ബസിന്റെ മുൻഭാഗത്തുള്ള ക്യാമറകൾ പരിശോധിച്ചാൽ നടന്ന സംഭവം ബോധ്യമാവും. എന്നാൽ അന്വേഷണം നടത്താതെ തനിക്കെതിരെ കേസെടുത്തെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അന്വേഷണ ചുമതലയിൽ നിന്നും SHOയെ മാറ്റി മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ആര്യ രാജേന്ദ്രൻ, DN സച്ചിൻ, കണ്ടലറിയാവുന്ന 2 പേർ എന്നിവർക്കെതിരെയാണ് പരാതി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വ്യാജ വീഡിയോ നിർമ്മിച്ച സംഭവത്തിൽ ഒരാൾക്കെതിരെ കേസ്. മൂവാറ്റുപുഴ സ്വദേശി രാജേഷ് G നായർക്കെതിരെയാണ് എറണാകുളം റൂറൽ സൈബർ പോലീസ് കേസെടുത്തത്. മാത്യു കുഴൽനാടൻ MLAയുടെ പരാതിയിലാണ് പോലീസിന്റെ നടപടി. തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ ഗാന്ധി അയോധ്യയിലെ രാമക്ഷേത്രം, ബാബറി മസ്ജിദ് എന്നിവയുമായി ബന്ധപ്പെടുത്തി വ്യാജ വീഡിയോ നിർമ്മിച്ചെന്നാണ് പരാതി. കേസിൽ തുടർ നടപടി സ്വീകരിക്കാൻ FIR മൂവാറ്റുപുഴ പോലീസിന് കൈമാറും. മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചെന്ന കുറ്റമാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ദമ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടർ മിനിലോറി തട്ടി ഭാര്യയ്ക്ക് ദാരുണാന്ത്യം. ഭർത്താവും 6 വയസ്സുകാരനുമായ മകനും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചെങ്ങമ്മനാട് തേക്കാനത്ത് മുല്ലക്കൽ വീട്ടിൽ ഔസേഫ് ബൈജുവിന്റെ ഭാര്യ സിജിയാണ് മരിച്ചത്. അത്താണി പറവൂർ റോഡിൽ ചുങ്കം പെട്രോൾ ബാങ്കിന് സമീപം വ്യാഴാഴ്ച വൈകിട്ട് 3:25 അപകടം. മൂവരും സിജിയുടെ കുന്നുകര അയിരൂരിലുള്ള വീട്ടിൽ പോയി മടങ്ങി വരുമ്പോൾ വഴിയോരത്തെ ചരലിൽ കയറി തെന്നി സ്കൂട്ടർ നിയന്ത്രണം വിടുകയായിരുന്നു. ഈ സമയം സമാന്തരമായി സഞ്ചരിച്ച മിനിലോറിയുടെ ഹുക്ക് സ്കൂട്ടറിൽ കൊളുത്തി. സ്കൂട്ടറിൽ നിന്ന് സിജി വലത്തോട്ട് തലകീഴായി വീഴുകയും ലോറിയുടെ ടയർ ദേഹത്ത് കയറുകയുമായിരുന്നു. തൽക്ഷണം മരണം സംഭവിച്ചു. ബൈജുവും കുട്ടിയും ഇടതുവശത്തേക്ക് വീണതിനാൽ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മൃതദേഹം ആലുവ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കുന്നുകര അയിരൂർ പുതുശ്ശേരി പൗലോസിന്റെ മകളാണ് മരിച്ച സിജി. മക്കൾ അനറ്റ്, അലോൺസ്. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചയോടെ ചെങ്ങമനാട് സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ. സംസ്ഥാനത്ത് സൂര്യാതപമേറ്റ് വീണ്ടും മരണം. പെയിന്റിംഗ് തൊഴിലാളി കോഴിക്കോട് പന്നിയങ്കര സ്വദേശി വിജേഷാണ് മരിച്ചത്. ശനിയാഴ്ച ജോലിസ്ഥലത്ത് വിലയിട്ടതിനെ തുടർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച രാവിലെയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം പാലക്കാട് എലപ്പുള്ളിയിലും ആലപ്പുഴ ചെട്ടിക്കാടും മലപ്പുറം പടിഞ്ഞാറ്റുമുറിയിലും സൂര്യാതപമേറ്റ് മരണം സംഭവിച്ചിരുന്നു. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണ്ടെന്ന സർക്കാർ. ലോഡ് ഷെഡിംഗ് ഇല്ലാതെ മറ്റു വഴികൾ നിർദ്ദേശിക്കാൻ KSEBക്ക് സർക്കാർ നിർദ്ദേശം നൽകി. വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വേനൽ കടുത്തതോടെ വൈദ്യുതി ഉപയോഗം ക്രമാതീതമായി ഉയർന്നതിനാൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയേക്കുമെന്ന സൂചനയുണ്ടായിരുന്നു. ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തണമെന്നാണ് KSEB ആവശ്യപ്പെടുന്നത്. പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകത കുതിച്ചുയരുന്നത് വലിയ വെല്ലുവിളിയാണ്. വൈദ്യുതി ആവശ്യകത ഇനിയും ഉയർന്നാൽ വിതരണം കൂടുതൽ തടസ്സപ്പെടുമെന്നാണ് മുന്നറിയിപ്പ്. വ്യാഴാഴ്ച വൈകിട്ട് KSEB ബോർഡ് യോഗം ചേരുന്നുണ്ട്. യോഗത്തിന് ശേഷം പുതിയ നിർദ്ദേശങ്ങൾ സർക്കാരിനെ അറിയിക്കും. വൈദ്യുതി മന്ത്രി മുഖ്യമന്ത്രിയെയും കാണുന്നുണ്ട്. ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് മെയ് 6 വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ നിർദ്ദേശം. ഉഷ്ണതരംഗ സാധ്യത വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് ശേഷം 3 വരെ ഒഴിവാക്കണം. പോലീസ്, അഗ്നിശമന രക്ഷാസേന, മറ്റ് സേനാ വിഭാഗങ്ങൾ, NCC, SPC തുടങ്ങിയവയുടെ പരിശീലന കേന്ദ്രങ്ങളിൽ പകൽ സമയത്തെ പരേഡും ഡ്രില്ലുകളും ഒഴിവാക്കണമെന്നും നിർദ്ദേശം നൽകി. വിവിധ ജില്ലകളിലെ സാഹചര്യം കളക്ടർമാർ വിശദീകരിച്ചു. രാവിലെ 11 മുതൽ 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. നിർമ്മാണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, മത്സ്യത്തൊഴിലാളികൾ, മറ്റ് കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ മുതലായവർ ഇതനുസരിച്ച് ജോലി സമയം ക്രമീകരിക്കണം. ആസ്പെറ്റോസ് ടിൻഷീറ്റുകൾ മേൽക്കൂരയായിട്ടുള്ള തൊഴിലിടങ്ങൾ പകൽ സമയം അടച്ചിടണം. ഇവ മേൽക്കൂരയായുള്ള വീടുകളിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണം. മാർക്കറ്റുകൾ, കെട്ടിടങ്ങൾ,
മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയവ തീപിടുത്ത സാധ്യതയുള്ളിടങ്ങളിൽ ഫയർ ഓഡിറ്റ് നടത്തുകയും സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുകയും വേണം. ആശുപത്രികളുടെയും പ്രധാന സർക്കാർ സ്ഥാപനങ്ങളുടെയും ഫയർ ഓഡിറ്റ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച മാനദണ്ഡമനുസരിച്ച് പെട്ടെന്ന് തന്നെ ചെയ്യണം. കടുതയുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വനം വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. കലാകായിക മത്സരങ്ങൾ, പരിപാടികൾ രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെ നിർബന്ധമായും നടത്തരുത്. ഉച്ചവെയിലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതും മറ്റും വളർത്തുമൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണം. ആരാധനാലയങ്ങൾ, ആദിവാസി ആവാസ കേന്ദ്രങ്ങൾ മുതലായിടങ്ങളിൽ കുടിവെള്ളം ഉറപ്പാക്കണം. പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് എല്ലാ പൊതുസ്ഥലങ്ങളിലും തണൽ മരങ്ങൾ. സമാപിക്കുന്നു. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.